നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലെ രാജകീയ ഉദ്യാനമായ പാലസ് ഗാർഡനിലൂടെ നടക്കുകയാണ് ഞാൻ. കൊട്ടാരക്കെട്ടുകളോട് ചേർന്നുള്ള വിശാലമായ ഉദ്യാനം. ഇപ്പോഴും രാജാവ് വസിക്കുന്ന കൊട്ടാരമാണിത്. 1991 അധികാരമേറ്റ ഹരാൾഡ് അഞ്ചാമനാണ് ഇപ്പോൾ നോർവേയുടെ രാജാവ്. കൊട്ടാരത്തിന്റെ പിൻഭാഗമാണിത്. ഇവിടെയും യന്ത്രത്തോക്കുമായി റോയൽ ഗാർഡ്സ് കാവലുണ്ട്. യൂറോപ്പിലെ മറ്റു പല കൊട്ടാരങ്ങളിലും കാണുന്നത്ര സുരക്ഷയൊന്നും നോർവേയുടെ റോയൽ പാലസിലില്ല. മുൻ രാജാവ് ഒലാവ് അഞ്ചാമൻ അംഗരക്ഷകരില്ലാതെ പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിച്ചിരുന്നയാളാണ്. ഒരിക്കൽ സുരക്ഷാ ഭടന്മാരില്ലാതെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു. തനിക്ക് 4 മില്യൺ അംഗരക്ഷകരുണ്ടെന്നായിരുന്നു ഒലാവ് അഞ്ചാമന്റെ മറുപടി. അന്ന് നോർവേയുടെ ജനസംഖ്യ 4 മില്യനായിരുന്നു. കൊട്ടാരം ഒരു കുന്നിൻ മുകളിലാണ്. അതിന് താഴ്വാരത്ത് ഉദ്യാനത്തിൽ ചെറിയ ജലാശയങ്ങൾ. കൊട്ടാരമുറ്റത്തോ ഗാർഡനിലെ വഴികളിലൂടെയോ സന്ദർശകർക്ക് യഥേഷ്ടം നടക്കാം. മരച്ചുവട്ടിലും ചാരുബെഞ്ചുകളിലും വിശ്രമിക്കാം. റോയൽ ഗാർഡൻ എന്നതുകൊണ്ട് രാജാവിനും കുടുംബാംഗങ്ങൾക്കുമുള്ള സ്വകാര്യ ഉദ്യാനമാണ് ഇതെന്ന് ധരിക്കേണ്ടതില്ല. കൊട്ടാരത്തിന്റെ ഒരു പ്രത്യേക ഭാഗം മാത്രമേ രാജാവിന്റെ സ്വകാര്യ ഉപയോഗത്തിനായുള്ളൂ. മറ്റു കൊട്ടാര ഭാഗങ്ങളിലും ഉദ്യാനങ്ങളിലുമെല്ലാം പൊതുജനത്തിന് പ്രവേശനമുണ്ട്. റോയൽ ഗാർഡൻ ഓസ്ലോയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് പാർക്കുമാണ്. ഇപ്പോഴത്തെ നോർവേ രാജാവ് ഹറാൾഡ് അഞ്ചാമൻ ബെൽജിയം രാജാവ് ഫിലിപ്പിന്റെ ഫസ്റ്റ് ഡെൻമാർക്കിലെ മാർഗരീറ്റ സെക്കൻഡ് രാജ്ഞിയുടെയും ബ്രിട്ടനിലെ എലിസബത്ത് സെക്കൻഡ് രാജ്ഞിയുടെയും സ്വീഡനിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട കാൾ 16 രാജാവിൻ്റെയും സെക്കൻഡ് കസിനുമാണ്. യൂറോപ്പിലെ രാജകുടുംബങ്ങൾ പലതും പരസ്പരം ബന്ധമുള്ളവയാണ്. ഉദ്യാനത്തിൽ പ്രത്യേകമായി ഇങ്ങനെയൊരു ഭാഗമുണ്ട്. വയലറ്റ് പൂവുകൾ അതിരിടുന്ന ചെറിയൊരു ഭാഗം. അതിനു നടുവിൽ ഒരു കൽപ്രതിമ. വെയിൽസ് രാജകുമാരിയും നോർവേയിലെ രാജ്ഞിയുമായിരുന്ന മൗഡ് ഷാർലറ്റ് മേരി വിക്ടോറിയയുടെ പ്രതിമയാണ്. 1905 മുതൽ 1938 വരെ നോർവേയുടെ രാജ്ഞിപദത്തിൽ മൗഡ് ഉണ്ടായിരുന്നു. ഹാക്കോൺ 7 രാജാവിന്റെ പത്നിയായിരുന്ന ഇവർ ബ്രിട്ടനിലെ ജോർജ് 5 രാജാവിന്റെ സഹോദരിയുമായിരുന്നു. ഉദ്യാനത്തിലൂടെ ഒന്നു ചുറ്റി ഞാൻ കൊട്ടാരത്തിന്റെ മുൻഭാഗത്തേക്ക് നടന്നെത്തുകയാണ്. ഇതാണ് മുൻഭാഗം. രാവിലെ തന്നെ റോയൽ പാലസിന് സമീപത്തേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് ആരംഭിച്ചിരിക്കുന്നു. ഞാനിവിടേക്ക് വന്നപ്പോൾ 1-2 ആളുകളെയാണ് കണ്ടിരുന്നത്. ഇപ്പോഴിതാ 100 കണക്കിന് ആളുകൾ വരുന്നു. ഓസ്ലോ സിറ്റിയിലെത്തുന്ന സഞ്ചാരികളെല്ലാം സന്ദർശിക്കുന്ന ഒരിടമാണ് റോയൽ പാലസ്. കാൾ ജൊഹാൻസ് തെരുവാണ് താഴെ കാണുന്നത്. അതിലൂടെയാണ് ഞാൻ ഇവിടേക്ക് നടന്നു വന്നത്. രാവിലെ തെരുവിൻ്റെ വിജനത കണ്ടാണ് സഞ്ചാരം തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ പതിവിലും അധികം ആളുകൾ തെരുവിൽ നിറയുന്നുണ്ട്. കൊട്ടാരത്തിനടുത്തു നിന്നും കുന്നിറങ്ങി ഞാൻ ഓസ്ലോ യൂണിവേഴ്സിറ്റിയുടെ സമീപത്തേക്കെത്തി. ഒരു ഉദ്യാന നഗരമാണ് ഓസ്ലോ. തെരുവുകളെല്ലാം വൃക്ഷനിബിഡമാണ്. ഡൗൺ ടൗണിൽ കെട്ടിടങ്ങൾ തിങ്ങി നിൽക്കുന്ന കുറച്ചു ഭാഗമൊഴികെ എവിടെയും കാണാനാവുന്നത് ഈ വൃക്ഷരാജിയാണ്. ഓസ്ലോയിലെ ഹിസ്റ്റോറിക് മ്യൂസിയം കാണാനാണ് ഇനി ഞാൻ പോകുന്നത്. മുന്നിൽ വലതുവശത്ത് അക്കാണുന്ന ഉയരമുള്ള കെട്ടിടമാണ് ഹിസ്റ്റോറിക് മ്യൂസിയം. പാതയുടെ ഇടതുവശത്താണ് റോയൽ പാലസ് സ്ഥിതി ചെയ്യുന്ന കുന്ന്. അതിലെ പാറക്കെട്ടുകൾക്ക് മീതെ പോലും പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഹിസ്റ്റോറിക് മ്യൂസിയം. നോർവേയുടെ 10,000 വർഷത്തെ ചരിത്രം വിവരിക്കുന്ന മ്യൂസിയമാണിത്. 1904 ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ശേഖരിച്ച പുരാവസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 4 നിലകളിലായി ലക്ഷക്കണക്കിന് പ്രദർശന വസ്തുക്കൾ. നോർവേക്ക് വേണ്ടി മാത്രം 2 നിലകൾ നീക്കിവച്ചിരിക്കുകയാണ് മ്യൂസിയത്തിൽ. പ്രീ ഹിസ്റ്റോറിക് നോർവേ, മിഡീവൽ നോർവേ, ദ ട്രഷർ ചെസ്റ്റ്, കോയിൻ ക്യാബിനറ്റ് എന്നിങ്ങനെ വിഭാഗങ്ങളുണ്ട്. നോർവേയുടെ ചരിത്രം വൈക്കിങ്ങുകളുടെ ചരിത്രം കൂടിയാണ്. ഒരു വൈക്കിംഗ് ഷിപ്പ് മ്യൂസിയവും ഈ കെട്ടിടത്തിനുള്ളിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ലോകത്തിന്നേ വരെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പൂർണ്ണമായ വൈക്കിംഗ് ഹെൽമെറ്റ് സൂക്ഷിച്ചിരിക്കുന്നതും ഇവിടെയാണ്. ഏതാനും ഈജിപ്ഷ്യൻ മമ്മികളും ഈ മ്യൂസിയത്തിലുണ്ട്. ഹിസ്റ്റോറിക് മ്യൂസിയത്തിന്റെ നേരെ എതിർവശത്ത് ഇങ്ങനെ ഒരു കെട്ടിടമുണ്ട്.
കൾച്ചറൽ ഹിസ്റ്ററി മ്യൂസിയമാണിത്. നോർവേയിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ചരിത്ര മ്യൂസിയങ്ങളിലൊന്നാണ് ഇത്. മ്യൂസിയം കെട്ടിടങ്ങൾക്കരികിലൂടെ നടന്ന് ഞാൻ വീണ്ടും യൂണിവേഴ്സിറ്റിക്കടുത്തേക്ക് എത്തുന്നു. യൂണിവേഴ്സിറ്റിയുടെ പിൻഭാഗമാണ് ഇത്. ബെർലിൻ യൂണിവേഴ്സിറ്റിയെയും കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റിയെയും മാതൃകയാക്കി 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ വിപുലീകരിച്ചതാണ് ഓസ്ലോ യൂണിവേഴ്സിറ്റി. 5 നോബൽ പ്രൈസ് ജേതാക്കൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. 1947 മുതൽ 1989 വരെയും നോബൽ പീസ് പ്രൈസ് സമ്മാനിച്ചിരുന്നത് ഓസ്ലോ യൂണിവേഴ്സിറ്റിയുടെ ഏട്രിയത്തിൽ വെച്ചാണ്. ഇത് ഇവിടുത്തെ നാഷണൽ ഗാലറിയാണ്. ഹിസ്റ്റോറിക് മ്യൂസിയത്തിന്റെ പിൻഭാഗത്ത് വലിയൊരു പുൽമൈതാനം, അതിനപ്പുറം നാഷണൽ ഗാലറിയുടെ പിൻഭാഗം. നോർവേയുടെ നാഷണൽ മ്യൂസിയം ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിന്റെ ഭാഗമായ പ്രദർശനശാലയാണ് നാഷണൽ ഗാലറി. 1842 ഓസ്ലോയിൽ നാഷണൽ ഗാലറി പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നത് റോയൽ പാലസിൽ തന്നെയായിരുന്നു സജ്ജീകരിച്ചത്. ലോകപ്രശസ്തരായ ശില്പികളുടെയും ചിത്രകാരന്മാരുടെയും സൃഷ്ടികളുടെ വലിയൊരു ശേഖരം തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. പാബ്ലോ പിക്കാസോ, വിൻസെന്റ് വാൻ ഗോഗ് തുടങ്ങിയവരുടെ രചനകളും അതിൽ ഉൾപ്പെടുന്നു. നാഷണൽ ഗാലറിയുടെ സമീപത്തുകൂടി നടന്ന് വീണ്ടും കാൾ ജൊഹാൻ സ്ട്രീറ്റിലേക്ക് എത്തി. ഓരോ മിനിറ്റിലും ജനം വന്നു നിറഞ്ഞ് തെരുവ് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു ശനിയാഴ്ചയാണ്. നല്ല വെയിലുള്ള ദിവസവുമാണ്. എന്നാൽ ഇതൊന്നുമല്ല ഈ ജനപ്രവാഹത്തിനുള്ള കാരണം. ഓസ്ലോ നഗരത്തിൻ്റെ തന്നെ ആകർഷണമായ മാരത്തോൺ ആരംഭിക്കാൻ പോവുകയാണ്. 15,000 മുതൽ 18,000 വരെ ആളുകൾ ഓസ്ലോ മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഹാർഡ് റോക്ക് കഫേ എന്ന റെസ്റ്റോറൻ്റാണിത്. അവർ സ്പെഷ്യൽ കൗണ്ടർ വരെ ഇട്ടിരിക്കുന്നു. ഇനി എനിക്ക് സിറ്റി ഹാൾ സ്ക്വയറിലേക്കാണ് പോകേണ്ടത്. ഹാർബർ ഉൾപ്പെടുന്ന ഭാഗമാണത്. നേരെ നടന്ന് അവിടെ എത്താനാവില്ല എന്നതാണ് ഇന്നത്തെ പ്രശ്നം. മാരത്തോൺകാർക്ക് വേണ്ടി വഴിയെല്ലാം ഈ വിധം വേലികെട്ടി തിരിച്ചുവച്ചിരിക്കുകയാണ്. നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം ഇങ്ങനെ മാരത്തോൺ സർക്യൂട്ടാക്കിയിട്ടുണ്ട്. കുട്ടികളും മുതിർന്നവരുമെല്ലാം ഇവിടെ ആഘോഷത്തിമിർപ്പിലാണ്. മാരത്തോൺ ദിനത്തിൽ കുട്ടികൾക്ക് ആഘോഷിക്കാൻ ഇവിടെ ഇങ്ങനെ ചില സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾ അതിൽ കുത്തിമറിയുന്നു. സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ജനസംഖ്യ തീരെ കുറവാണ്. ജനനനിരക്കും കുറവാണിവിടെ. പല ചെറുപ്പക്കാരും വിവാഹം കഴിക്കുന്നില്ല. ഇണകൾ ഒരുമിച്ച് വസിക്കുമ്പോൾ തന്നെ കുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സ്ത്രീക്ക് പ്രത്യേക പരിഗണനയാണ് ഈ രാജ്യങ്ങളിലൊക്കെ ലഭിക്കുന്നത്. കുട്ടികൾ രാജ്യത്തിൻ്റെ വലിയ സമ്പത്തായാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. ചൈൽഡ് വെൽഫെയർ സർവീസ് എന്നൊരു ഗവൺമെൻറ് ഏജൻസി തന്നെ ഇവിടെയുണ്ട്. സുരക്ഷിതവും ആരോഗ്യകരവുമായ സാഹചര്യം കുഞ്ഞുങ്ങൾക്കായി സൃഷ്ടിച്ചു നൽകുകയാണ് അവർ ചെയ്യുന്നത്. കുട്ടികളെ അടിക്കുന്നത് മാത്രമല്ല, ശകാരിക്കുന്നത് പോലും ഈ രാജ്യത്ത് കുറ്റമാണ്. ഈ കുറ്റത്തിന് പലരും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. എവിടെയും കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള സന്ദേശമാണ് കാണാനാവുക. കുട്ടിയുമൊത്തു നിൽക്കുന്ന അമ്മയുടെ പ്രതിമ ഓസ്ലോയിൽ പലയിടത്തും ഞാൻ കാണുകയുണ്ടായി. സ്വന്തം മകനെ സ്പൂൺ ചൂടാക്കി പൊള്ളിച്ച കുറ്റത്തിന് ഇന്ത്യൻ ദമ്പതികളായ ചന്ദ്രശേഖരനും അനുപമയ്ക്കും ഓസ്ലോ ജില്ലാ കോടതി 18 മാസവും 15 മാസവും തടവ് ശിക്ഷ വിധിച്ചത് 2012 ഇന്ത്യയിൽ പോലും വലിയ വാർത്തയായിരുന്നു. കുട്ടികളുടെ കാര്യത്തിൽ ഈ നാട് പുലർത്തുന്ന നിതാന്ത ജാഗ്രതയുടെ തെളിവ് കൂടിയായിരുന്നു ആ സംഭവം. ഉദ്യാനത്തിൽ പലയിടത്തും ബലൂണുകൾ ഉയർന്നു നിൽക്കുന്നു. മാരത്തോണിൽ പങ്കെടുക്കുന്നവർക്കും മറ്റുമുള്ള ഇൻഫർമേഷൻ സെന്ററിനെയും മറ്റും സൂചകങ്ങളാണത്. യൂറോപ്യൻ നാടുകളിൽ പബ്ലിക് ഇവന്റ് നടക്കുന്നിടങ്ങളിലെല്ലാം ഒരുക്കുന്ന സംവിധാനമാണ് ഇത്തരം പോർട്ടബിൾ ടോയ്ലറ്റുകൾ. അതൊന്ന് കാണാമെന്ന് കരുതിയാണ് എൻ്റെ നടത്തം. ഇതിലോരോന്നിലും 10 വീതം ഗംഭീര ടോയ്ലറ്റുകളാണുള്ളത്. വാഷ് ബേസിൻ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അനുബന്ധമായി കംപ്രസറും ജനറേറ്ററും സ്ഥാപിച്ചിരിക്കുന്നു. ഉദ്യാനത്തിനടിയിലെ കുഴലിലേക്ക് ഘടിപ്പിച്ചാണ് മാലിന്യം ഒഴുക്കിക്കളയുന്നത്. നഗരാസൂത്രണത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ പ്രധാന ഭാഗങ്ങളിലെല്ലാം ഭൂമിക്കടിയിൽ മാലിന്യക്കുഴലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്.
പോർട്ടബിൾ ടോയ്ലറ്റിൽ നിന്നുള്ള കുഴലുകൾ അതിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. വീണ്ടും നാഷണൽ തിയേറ്ററിന് മുന്നിലേക്കാണ് ഞാൻ നടന്നെത്തിയിരിക്കുന്നത്. രാവിലെ ഇതുവഴി ഒന്ന് കടന്നുപോയതാണ്. ഇവിടെ നിന്ന് വേണം സിറ്റി ഹാളിനടുത്തേക്ക് പോകാൻ. നാഷണൽ തിയേറ്ററിന് മുന്നിൽ ഒരു സ്റ്റേജ് കെട്ടി കുറച്ചുപേർ ഇങ്ങനെ ഒരു പരിപാടിയിലാണ്. മാരത്തോൺ എന്നത് ഇവിടെ ഓട്ടം മാത്രമല്ല, ഓസ്ലോയുടെ ഒരു സാംസ്കാരിക ആഘോഷം തന്നെയാണിത്. മഞ്ഞുകാലം എത്തും മുൻപ് നഗരം ഏറ്റവും ആഹ്ലാദിക്കുന്ന ദിനം കൂടിയാണ് ഓസ്ലോ മാരത്തോണിൻ്റേത്. ബാൻഡ് മേളക്കാരുടെ ഒരു സംഘം തെരുവിലൂടെ നീങ്ങുന്നു. എവിടെയും ഇങ്ങനെ ഉല്ലാസകരമായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. മുഖംമൂടി ധരിച്ച് നൃത്തമാടിക്കൊണ്ടിരിക്കുന്നവർ മുതിർന്നവർ തന്നെയാണ്. കുട്ടികളായിരിക്കും അതെന്നാണ് ഞാൻ കരുതിയത്. മാരത്തോണിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണെന്ന് സൂചന നൽകുന്ന കവാടം റോഡിന് കുറുകെ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. നേരെ മുന്നിൽ അക്കാണുന്നതാണ് സിറ്റി ഹാൾ. അതിനടുത്തേക്ക് നടക്കുമ്പോൾ വഴിയോരത്ത് റെസ്റ്റോറന്റുകൾ, ബേക്കറിക്കാർ വഴിയോരത്തിട്ടിരിക്കുന്ന കൗണ്ടറുകൾ, ബിയർ ഗാർഡനുകളിൽ അതിഥികളെ കാത്ത് ജീവനക്കാർ. എവിടെയും ആഘോഷത്തിന്റെയും ഉന്മേഷത്തിന്റെയും കാഴ്ചകളാണ്. രസകരമായ ആ വഴിയോര കാഴ്ചകളിലൂടെ ഞാൻ നടത്തം തുടരുന്നു. വലിയൊരു ചത്തുരത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഫ്രിഡ്ത്യോഫ് നാൻസൻ സ്ക്വയർ. ചാപാകൃതിയിലുള്ള മന്ദിരങ്ങൾക്ക് മധ്യേയാണ് സ്ക്വയർ. ഇക്കാണുന്നതാണ് പ്രശസ്തമായ ഓസ്ലോ സിറ്റി ഹാൾ, ഓസ്ലോ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാന മന്ദിരം. 1920-ൽ നഗരത്തിന് പുതിയ സിറ്റി ഹാൾ നിർമ്മിക്കുന്നതിന് മുന്നോടിയായി ഇവിടെയുണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് നീക്കുകയായിരുന്നു. 1931-ലാണ് സിറ്റി ഹാളിന്റെ നിർമ്മാണം തുടങ്ങിയത്. പ്രത്യേകമായ രൂപഭംഗി കൊണ്ട് ലോകപ്രശസ്തമാണ് ഓസ്ലോ സിറ്റി ഹാൾ. സൂര്യചന്ദ്രന്മാരുടെയും ഗ്രഹങ്ങളുടെയും നിലയറിയാവുന്ന അസ്ട്രോണമിക്കൽ ക്ലോക്കാണ്. ഫങ്ഷണലിസം ശൈലിയിലാണ് ഓസ്ലോ സിറ്റി ഹാളിന്റെ രൂപകൽപ്പന. ആവശ്യമെന്താണോ അതിനോട് ഏറ്റവും നീതി പുലർത്തും വിധം എന്നാൽ സൗന്ദര്യ തികവോടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ഫങ്ഷണലിസം രീതിക്ക് 1930കളിലും രണ്ടാം ലോകമഹായുദ്ധാനന്തരവും യൂറോപ്പിൽ വൻ സ്വീകാര്യതയുണ്ടായിരുന്നു. പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങൾ, ചെക്കോസ്ലോവാക്യ, ജർമ്മനി, നെതർലാൻഡ്സ് എന്നിവിടങ്ങളിലെല്ലാം ഫങ്ഷണലിസം അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഇത്തരം മനോഹര മന്ദിരങ്ങളുണ്ട്. ഞാൻ സിറ്റി ഹാളിനകമൊന്ന് കയറിക്കാണാൻ തീരുമാനിച്ചു. എല്ലാ വർഷവും ആൽഫ്രഡ് നോബലിന്റെ ചരമദിനമായ ഡിസംബർ 10 ലോകശ്രദ്ധയാത്രയും ഈ ഹാളിലേക്ക് എത്തും. ഇവിടുത്തെ പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് അന്നാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകപ്പെടുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഇങ്ങനെ ചില ശില്പങ്ങളാണ്. തടിയിൽ കൊത്തിയെടുത്ത ശില്പങ്ങളാണിത്. വുഡൻ ഫ്രീസസ് എന്ന് പൊതുവെ വിളിക്കുന്ന കലാസങ്കേതം. നോർവീജിയൻ ചിത്രകാരനും ശില്പിയുമായിരുന്ന ഡാഗ്ഫിൻ വെറേൻസ്കിയോൾ നിർമ്മിച്ച ശില്പങ്ങളാണെല്ലാം. വീരാരാധന വിഷയമാക്കിയുള്ള നാടോടി പാട്ടുകളിൽ നിന്നുമാണ് ഡോഗ്ഫിൻ ഈ രചനകൾക്കുള്ള വിഷയങ്ങൾ സ്വാംശീകരിച്ചത്. തടിയുടെ ചെറുബ്ലോക്കുകൾ പ്രത്യേകതരം പശ കൊണ്ട് ഒട്ടിച്ചു ചേർക്കുന്നതാണ് വുഡൻ ഫ്രീസേഴ്സിന്റെ രീതി. ചുടുകട്ട കൊണ്ട് പണിതാണ് ഈ സിറ്റി ഹാൾ എന്ന് തോന്നും. കോൺക്രീറ്റിൽ നിർമ്മിച്ച ശേഷം ചുടുകട്ട അതിന്മേൽ ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ്. ഗ്രാനൈറ്റിന്റെ നീളൻ പടവുകൾ കയറി വേണം സിറ്റി ഹാളിനകത്തെത്താൻ. ഗംഭീരമാണ് മന്ദിര നിർമ്മിതി. ഫങ്ഷണലിസത്തിന്റെ എല്ലാ സാധ്യതകളും ഇതിനായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 1931-ൽ നോർവേയുടെ രാജാവായിരുന്ന ഹാക്കോൺ 7-ാമനാണ് ഈ സിറ്റി ഹാളിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. പ്രദേശത്തുണ്ടായിരുന്ന വീടുകളും കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം പൊളിച്ചു മാറ്റുന്നതായിരുന്നു പിന്നീടുള്ള 2 വർഷത്തെ ജോലി. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ചുടുകട്ടകളുടെ നിർമ്മാണവും നടന്നുകൊണ്ടിരുന്നു. കൂറ്റൻ വാതിൽ തുറന്ന് ഞാൻ സിറ്റി ഹാളിലേക്ക് കടക്കുകയാണ്. ഇതിനുള്ളിൽ പ്രവേശിക്കാൻ പ്രത്യേക ഫീസൊന്നും നൽകേണ്ട. ആദ്യമെത്തുന്നത് വലിയൊരു ഹാളിലേക്കാണ്. സ്റ്റോക്ക്ഹോം സിറ്റി ഹാളിലേതുപോലെ മുകൾ ഭാഗം തുറന്ന നടുമുറ്റമല്ല.
റാദുഷെല്ലൻ എന്നാണ് ഈ ഹാൾ അറിയപ്പെടുന്നത്. മെയിൻ ഹാൾ എന്നർത്ഥം. ഓസ്ലോയുടെ ചരിത്രം വിവരിക്കുന്ന ധാരാളം ചുവർചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് മെയിൻ ഹാൾ. 1950കളിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സിവിക് ഹാളായിരുന്നു ഇത്. കൺസേർട്ടുകൾ, എക്സിബിഷനുകൾ, സിറ്റി കൗൺസിൽ സംഘടിപ്പിക്കുന്ന സവിശേഷ സ്വീകരണ ചടങ്ങുകൾ, വിരുന്നുകൾ എന്നിവയെല്ലാം ഈ ഹാളിൽ നടക്കാറുണ്ട്. ഇറ്റലിയിൽ നിന്നുള്ള മാർബിളും സ്വീഡനിൽ നിന്നെത്തിച്ച ഗ്രാനൈറ്റും ഈ ഹാളിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. 20 വർഷങ്ങൾ കൊണ്ട് നിർമ്മാണം പൂർത്തിയായ മന്ദിരമാണ് ഓസ്ലോ സിറ്റി ഹാൾ. പണി പകുതിയോളം പൂർത്തിയായപ്പോഴാണ് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. പിന്നീട് യുദ്ധം അവസാനിച്ചതിനു ശേഷമുള്ള 5 വർഷങ്ങൾ കൊണ്ടാണ് പണികൾ പൂർത്തിയായത്. ഓസ്ലോ നഗരം സ്ഥാപിതമായതിന്റെ 900-ാം ആണ്ടിൽ 1950-ൽ സിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു. ആൻസ്റ്റിൻ ആർനെബർഗ്, മാഗ്നസ് പോൾസൺ എന്നിവർ ചേർന്നാണ് ഈ സിറ്റി ഹാൾ രൂപകൽപ്പന ചെയ്തത്. ഞാൻ അവിടെ നിന്നും പുറത്തിറങ്ങി. ഇക്കാണുന്ന കെട്ടിടങ്ങളുടെ മറുഭാഗത്താണ് സിറ്റി ഹൗസ് സ്ക്വയർ. അവിടെയാണ് ഹാർബറും ഫെറികളും വന്നെടുക്കുന്ന സ്ഥലവുമെല്ലാം. അവിടേക്ക് നടക്കുമ്പോഴും സിറ്റി ഹാളിന്റെ തലയെടുപ്പ് ഞാനൊന്ന് ആസ്വദിക്കുകയാണ്. 66 മീറ്ററാണ് ഇതിന്റെ ഉയരം. 2 ടവറുകളിൽ വലതുവശത്തെ ടവറിലാണ് ഓസ്ലോ സിറ്റി കൗൺസിൽ മേളിക്കുന്ന ഹാളുള്ളത്. മറ്റു ഭാഗങ്ങളിൽ നഗരഭരണത്തിന്റെ വിവിധ വകുപ്പുകളുടെ ഓഫീസുകളും ഏതാനും സാംസ്കാരിക സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. അനേകം തൊഴിലാളികൾ കളിമണ്ണ് ഉപയോഗിച്ച് കൈകൊണ്ട് മെനഞ്ഞ് ചുട്ടെടുത്ത ഇഷ്ടികയാണ് സിറ്റി ഹാളിന്റെ പുറം ഭാഗം പൊതിയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സിറ്റി ഹാളിന്റെ പടിഞ്ഞാറേ വശത്തേക്ക് എത്തിയിരിക്കുന്നു. ഇക്കാണുന്നതാണ് ഇപ്പോൾ സിറ്റി കൗൺസിലിന്റെ ആസ്ഥാനമായ കെട്ടിടം. ഇവിടെ ഒരു വേദി സജ്ജമാക്കിയിരിക്കുന്നു. ഓസ്ലോ മാരത്തോണിന്റെ സമാപന സമ്മേളനം നടക്കുക ഈ ഭാഗത്താണ്. ഓട്ടം തുടങ്ങിയിരിക്കുന്നു. ചെറുതും വലുതുമായ സംഘങ്ങൾ ചെസ്റ്റ് നമ്പറും അണിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പിൽ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ് ഓസ്ലോ മാരത്തോൺ. 1994-ലായിരുന്നു ഇതിന്റെ തുടക്കം. ആദ്യകാലത്ത് ഈ മത്സരത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. 2004-ൽ പുതിയ നിബന്ധനകളോടെ നഗരത്തിന്റെ ആഘോഷമെന്ന നിലയിൽ ഓസ്ലോ മാരത്തോൺ റീലോഞ്ച് ചെയ്യപ്പെട്ടു. അതോടെ മത്സരാർത്ഥികളുടെയും മത്സരം കാണാനെത്തുന്നവരുടെയും എണ്ണത്തിൽ വൻ വർധനയുണ്ടായി. 2010 ആയപ്പോഴേക്കും ഓട്ടക്കാരുടെ എണ്ണം 16,000-ആയി ഉയർന്നു. അതിൽ 50% സ്ത്രീകളായിരുന്നു. ഇപ്പോൾ 18,000 വരെ ആളുകൾ ഓസ്ലോ മാരത്തോണിൽ പങ്കെടുക്കാനെത്തുന്നുണ്ട്. ഓട്ടം കണ്ടു നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ നടത്തം തുടരുകയാണ്. പാതയിൽ നേരെ മുന്നിൽ ക്ലാസിക് ഭാവമുള്ള ഒരു കെട്ടിടം കാണാം. അതാണ് ഇവിടുത്തെ നോബൽ പീസ് സെന്റർ. മറ്റെല്ലാ നോബൽ സമ്മാനങ്ങളും സ്വീഡനിൽ വെച്ചാണ് വിതരണം ചെയ്യുന്നതെങ്കിലും സമാധാന സമ്മാനം ഓസ്ലോയിൽ വെച്ചാണ് നൽകുക. 2014-ലെ സമാധാന പുരസ്കാരം പങ്കിട്ട മലാല യൂസഫ്സായ്, കൈലാഷ് സത്യാർത്ഥി എന്നിവരുടെ ചിത്രങ്ങളാണ് മന്ദിരത്തിന്റെ ഇരുവശത്തുമായി തൂക്കിയിട്ടിരിക്കുന്നത്. അവരുടെ പേരുമുണ്ട് ചിത്രത്തിനൊപ്പം. പിന്നിൽ നാഷണൽ മ്യൂസിയവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ സെന്ററാണ്. നോബൽ പീസ് സെന്ററിൽ ഒന്ന് കയറണമെന്നും അതിലെ പ്രദർശനം കാണണമെന്നും എനിക്കുണ്ട്. പക്ഷേ പാതയെല്ലാം വേലികെട്ടി തിരിച്ചിരിക്കുകയാണ്. അത് ക്രോസ് ചെയ്യാനാവില്ല. വേലിക്കരികിൽ വോളണ്ടിയേഴ്സ് നിൽപ്പുണ്ട്. റോഡ് ഒന്ന് മുറിച്ചു കടക്കാൻ എന്താണൊരു വഴിയെന്ന് അന്വേഷിക്കെ വൈകുന്നേരം വന്നാൽ മതിയെന്നായി ഒരു വോളണ്ടിയർ. അതിനാൽ ഞാൻ നടത്തം തുടരുകയാണ്. ഇനി സിറ്റി ഹാൾ പിയറിലേക്കാണ് പോകുന്നത്. പിയറിലേക്ക് പോകാനും റോഡ് മുറിച്ചു കടക്കണം. ഇവിടെ ഒരു താൽക്കാലിക ഓവർബ്രിഡ്ജ് പണിതു വച്ചിട്ടുണ്ട്. മാരത്തോൺ ദിവസത്തേക്ക് വേണ്ടിയുള്ള താൽക്കാലിക സംവിധാനമാണ് ഈ ഓവർബ്രിഡ്ജ്. ഓവർബ്രിഡ്ജിനടിയിലെല്ലാം ഓട്ടക്കാരെ കാണാം. ഓവർബ്രിഡ്ജ് കയറിയിറങ്ങി ഇപ്പോൾ പിയറിലേക്ക് എത്തിയിരിക്കുന്നു. പിയറിൽ നിന്ന് ഫെറികൾ സർവീസ് നടത്തുന്നുണ്ട്. നിരവധി ഫ്യോർഡുകളുള്ള നഗരമാണ് ഓസ്ലോ. ആഴമേറിയ വീതി കുറഞ്ഞ ഉൾക്കടൽ. അവിടേക്ക് പോകുന്ന ഫെറികളും പരമ്പരാഗത ബോട്ടുകളും ക്രൂസ് ബോട്ടുകളുമെല്ലാം പിയറിൽ നിരന്നുകിടക്കുന്നു.
ഇവിടെ നിന്നും ഒരു ഫെറിയിൽ കയറാനാണ് എൻ്റെ തീരുമാനം. കുറച്ചകലെയായി ഉൾക്കടലിൽ ഒരു ചെറു ദ്വീപുണ്ട്. അവിടെയാണ് നോർവീജിയൻ മ്യൂസിയം ഓഫ് കൾച്ചറൽ ഹിസ്റ്ററി ഉള്ളത്. നോർവേയുടെ പഴയകാല ജീവിതം പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെ. ഒരു അത്ഭുത കാഴ്ചയാണത്. അവിടേക്ക് പോകുന്ന ആളുകളാണ് ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ദ്വീപിലേക്കുള്ള ബോട്ട് വരുന്നുണ്ട്. അടുത്ത ബോട്ടിൽ എനിക്കും ആ ദ്വീപിലേക്ക് പോകണം.